हाय एवरीवन ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ജബ് ഗാന്ധിജി की घड़ी चोरी हो गई എന്നുള്ള ഒരു ലേഖാണ്. ശ്രീ സ്വയം പ്രകാശ് ആണ് ഇത് രചിച്ചിട്ടുള്ളത്. അപ്പോൾ ജബ് ഗാന്ധിജി की घड़ी എപ്പോഴാണോ ഗാന്ധിജിയുടെ ഘടി എന്ന് വെച്ചാൽ വാച്ച് കേട്ടോ, വാച്ച് ചോരി ചലി ഗയി എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഷണം പോയത്. അപ്പോൾ ഈ ഒരു ടൈറ്റിലിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ വാച്ച് മോഷണം പോയപ്പോൾ അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടപ്പോൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ജബ് അംഗ്രേസോ के अंतिम वाइसरॉय लॉर्ड माउंटबेटन भारत आए तो उन्होंने सोचा कि गांधी जी से बात किए बगैर भारत में कुछ नहीं किया जा सकता. അപ്പോൾ ജബ് അംഗ്രേസോ के अंतिम वाइसरॉय लॉर्ഡ് माउंटबेटन, അതായത് ഈ ബ്രിട്ടീഷ് അംഗ്രേസ് എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ അവസാനത്തെ വൈസ്രോയ് ആയിട്ടുള്ള ലോർഡ് മൗണ്ട് ബേറ്റൻ ഭാരതത്തിലേക്ക് വന്നപ്പോൾ तो उन्होंने सोचा, അപ്പൊ അദ്ദേഹം ചിന്തിക്കുകയാണ് कि ഗാന്ധിജി സെ ബാത് കിയെ ബഗേർ, ഗാന്ധിജിയോട് സംസാരിക്കാതെ, ബാത് കിയെ ബഗേർ എന്ന് വെച്ചാൽ സംസാരിച്ചില്ലെങ്കിൽ ഭാരത് മേ കുച്ച് നഹി കിയാ ജാ സക്ത, ഭാരതത്തിൽ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പം മൗണ്ട് ബേറ്റൻ, ഈ ബ്രിട്ടീഷിന്റെ അവസാനത്തെ വൈസ്രോയ് ആയിട്ടുള്ള മൗണ്ട് ബേറ്റൻ കരുതാണ്, അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരികയാണ്, എന്താണ്, ഗാന്ധിജിയോട് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭാരതത്തിൽ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. തോ പരമ്പര അനുസാർ ഉൻഹോനെ ഗാന്ധിജി കോ ചായ് പർ ബുലായ. അപ്പോൾ പരമ്പര അനുസാർ എന്ന് വെച്ചാൽ അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു രീതി അനുസരിച്ചിട്ട് എന്ത് ചെയ്തു, ഗാന്ധിജിയെ ഒന്ന് ഒരു മീറ്റിങ്ങിന് വേണ്ടി വിളിച്ചു. ജസ്റ്റ് ചായയും സ്നാക്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു കണ്ടുമുട്ടലിന്, ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് വിളിക്കുകയാണ്. ഓർ ഗാന്ധിജിനെ ആമന്ത്രൺ സ്വീകാർ ബി കർ ലിയ. ആമന്ത്രൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവിറ്റേഷൻ എന്നാണ്. അപ്പം ഗാന്ധിജി ഈ ഒരു ഇൻവിറ്റേഷൻ സ്വീകരിക്കുകയും ചെയ്തു. അബ് വൈസ്രോയ് ഭവൻ മേ ഇസ് ചായ് പാർട്ടി की भारी तैयारियां शुरू हो गई. അങ്ങനെ ഈ വൈസ്രോയ് ഭവൻ എന്ന് വെച്ചാൽ ഈ വൈസ്രോയ് സ്റ്റേ ചെയ്യണ ആ ഒരു സ്ഥലത്ത് ചായ് പാർട്ടിക്ക് ഭാരി തയ്യാറിയ ഷുറു ഹോ ഗയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചായ് പാർട്ടി, ടീ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഭാരി തയ്യാറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ഷുറു ഹോ ഗയി, എന്താണ്, തുടങ്ങി. ഗാന്ധിജി ചായ് പിയെങ്കെ യാ ദൂത് വേ ശാകാഹാരി ഹേ യാ മാംസാഹാരി എന്ന് വെച്ചാൽ ഗാന്ധിജി ചായ ആണോ കുടിക്കുക അതോ ദൂത് പാലാണോ കുടിക്കുക. വേ ശാകാഹാരി എന്ന് വെച്ചാൽ വെജിറ്റേറിയൻ ആണോ യാ മാംസാഹാരി, അതായത് വെജിറ്റേറിയൻ ഓർ മാംസാഹാരി എന്ന് വെച്ചാൽ എന്താണ്, നോൺ വെജിറ്റേറിയൻ. അപ്പൊ അദ്ദേഹം വെജിറ്റേറിയൻ ആയിരിക്കും, നോൺ വെജിറ്റേറിയൻ ആയിരിക്കും. കുർസി മേസ് പർ ബാറ്റ് കർ നാശ്ത കരേങ്കെ യാ ഫർഷ് പർ ബാറ്റ് കർ. കുർസി മേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിളും ചെയറും. അങ്ങനെ ചെയറിലിരുന്നിട്ട് ടേബിളിൽ സെർവ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണോ കഴിക്കുക, അവിടെ ഇരുന്നിട്ടാണോ ചായ കുടിക്കുക, അതോ ഫർഷ് പർ എന്ന് വെച്ചാൽ ഫ്ലോറിൽ നിലത്തിരുന്നിട്ടാണോ ചായ കുടിക്കുക. റസോയിയെ കാ ബ്രാഹ്മൺ ഹോന ജറൂരി ഹേ യാ കോയി ബി ചലേഗ. റസോയിയെ എന്ന് വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആള്. അപ്പം ഭക്ഷണം ഉണ്ടാക്കുന്ന ആള് ബ്രാഹ്മണനാണോ വേണ്ടത് അതോ വേറെ ഏത് കാസ്റ്റിൽപ്പെട്ട ആളായാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിലീജിയനിൽ പെട്ട ആളായാലും കുഴപ്പമില്ലേ. ഉസ് ദിൻ ഗാന്ധിജി കാ ഉപവാസ് തോ നഹി രഹേഗ. അന്ന് ഗാന്ധിജി ഉപവാസം ഒന്നും എടുത്തിട്ടുണ്ടാവില്ലല്ലോ. ഉൻകെ സാത്ത് കിത്തനെ ലോഗ് ആയെങ്കെ ഓർ വേ ക്യാ ഖായെങ്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ എത്ര ആൾക്കാർ വരും, ഇനി അവരെന്താണ് കഴിക്കുക. ഗാന്ധിജി കോ നാശ്തേ മേ ക്യാ ഖാന പസന്ദ് ഹെ. ഗാന്ധിജിക്ക് നാശ്ത വെച്ചാൽ എന്താണ്, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് കഴിക്കാനാണ് താല്പര്യം ഉണ്ടായിരിക്കുക. ഉസേ പക്കാനെ കെ ലിയെ റസോയിയെ കഹാ से बुलवाए जाएंगे. उसे पकाने के लिए എന്ന് വെച്ചാൽ ആ ഭക്ഷണം പക്കാന എന്ന് വെച്ചാൽ പാകം ചെയ്യുക. അപ്പം പാചകത്തിന് വേണ്ടിയിട്ടുള്ള ആളുകളെ എവിടെ നിന്നാണ് വിളിക്കേണ്ടത്. ഓർ സാമഗ്രി കഹാ സെ മംഗുവായി ജായേഗി. സാമഗ്രി എന്താണ്, സാധനങ്ങൾ. കഹാ സെ മംഗുവായി ജായേഗി എന്ന് വെച്ചാൽ എവിടെ നിന്നാണ് വാങ്ങിക്കേണ്ടത്. മംഗ്വാന എന്ന് വെച്ചാൽ വാങ്ങിപ്പിക്കുക. അപ്പം മംഗുവായി ജായേഗി എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് വാങ്ങിപ്പിക്കേണ്ടത്. വഗേറ 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 എന്ന് വെച്ചാൽ എക്സെട്ര. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അവരുടെ മനസ്സിൽ കൂടെ കടന്നു പോവാണ് ഗാന്ധിജീനെ ഈ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ ഒരു ടീ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്ത സമയത്ത്. ശ്രീമതി മൗണ്ട് ബേറ്റനെ ഇസ്കാ സാര ജിമ്മ ഖുദ് ലേ ലിയ. മൗണ്ട് ബേറ്റന്റെ, അതായത് വൈസ്രോയ് മൗണ്ട് ബേറ്റന്റെ പത്നി ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം എന്ന്
ഏറ്റെടുക്കുകയാണ്. അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഈ ഭാര്യ ഏറ്റെടുക്കുകയാണ്. സിമ്മ എന്ന് പറഞ്ഞാൽ ജിമ്മെദാരി അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്നുള്ളത്. ഖുദ് ലേലിയ എന്ന് പറഞ്ഞാൽ സ്വയം ഏറ്റെടുത്തു എന്നാണ്. അപ്പൊ ഇത്രയും കൺഫ്യൂഷൻ നിലനിൽക്കുകയാണ് ഗാന്ധിജിനെ വിളിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അങ്ങനെ അവരെല്ലാവരും കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന സമയത്ത് ഈ മൗണ്ട് ബേറ്റന്റെ വൈസ്രോയ് ആയിട്ടുള്ള മൗണ്ട് ബേറ്റന്റെ പത്നി പറയാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം എന്നുള്ളത്. ഗർമിയോ के दिन थे जिस कमरे में गांधी जी को बिठाना था उसे 1 घंटा पहले से रूम कूलर चलाकर पूरी तरह ठंडा कर लिया गया. അപ്പോൾ ഗർമിയോ കെ ദിൻ थे എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ചൂടുകാലാണ്. ജിസ് കമറേ മേ ഗാന്ധിജി കോ ബിഠാനാ था ഗാന്ധിജിയെ ഏത് റൂമിലാണോ ഇരുത്തേണ്ടിയിരുന്നത് ഉസെ 1 घंटा पहले से റൂം കൂളർ ചലാക്കർ പൂരി തര ഠണ്ട കർ ലിയ ഗയ എന്ന് വെച്ചാൽ ആ ഒരു റൂം ഉണ്ടല്ലോ ആ റൂമിൽ 1 മണിക്കൂർ മുൻപ് തന്നെ 1 घंटा पहले എന്ന് വെച്ചാൽ घंटा എന്ന് വെച്ചാൽ മണിക്കൂർ. അപ്പോൾ 1 മണിക്കൂർ മുൻപ് തന്നെ റൂം കൂളർ ചലാക്കർ റൂം കൂളർ ഓണാക്കി വെച്ചിട്ട് പൂരി തര ഠണ്ട കർ ലിയ ഗയ ആ റൂം മുഴുവനായിട്ട് തണുപ്പിച്ചു അവര്. ഉസ് ജമാനെ മേ പൂരെ ഹിന്ദുസ്ഥാൻ മേ ഏക് ഹി റൂം കൂളർ था. ഉസ് ജമാനെ മേ എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തില് ഹിന്ദുസ്ഥാൻ അതായത് ഭാരതത്തില് ഒരു റൂം കൂളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മക്സദ് तो गांधी को आराम देना ही था लेकिन बस यहीं से गड़बड़ शुरू हो गई. മക്സദ് എന്ന് വെച്ചാൽ ഉദ്ദേശം. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ഗാന്ധിജിക്കോ ആറാം ദേന ഗാന്ധിജിയെ കംഫർട്ടബിൾ ആയിട്ട് വെക്കുക, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാതെ ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ടീ പാർട്ടി നടത്തുക എന്നുള്ളതായിരുന്നു. പക്ഷേ ലേക്കിൻ ബസ് യഹീ സെ ഗഡ്ബഡ് ശുരു ഹോ ഗയി. പക്ഷെ ഇവിടെ നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയത്. ഗഡ്ബഡ് ശുരു ഹോന എന്ന് വെച്ചാൽ പ്രശ്നം ഉണ്ടാവുക. ഗാന്ധിജി अपनी धोती से अच्छी तरह बदन लपेटकर उस कमरे में अपनी कुर्सी पर सिकुट सिमट कर बैठ गए और कुनमुनाने लगे. അപ്പൊ ഗാന്ധിജി अपनी धोती से अच्छी तरह बदन लपेटकर തന്റെ ആ ധോത്തി വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ബോഡി ബദൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ലപ്പേട്കർ കവർ ചെയ്തിട്ട് ഉസ് കമറേ മേ अपनी कुर्सी पर सिकुट सिमट कर बैठ गए. ആ ഒരു കമറ എന്ന് വെച്ചാൽ എന്താ റൂം, ആ റൂമിൽ ഒരു ചെയർ ഉണ്ട്. ആ ചെയറിൽ സിക്കുട്ട് സിമട്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൂനി കൂടിയിരിക്കുക. ഓർ കുൻമുനാനെ ലഗെ. കുൻമുനാന എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇഷ്ടക്കേടുള്ള പോലെ സംസാരിക്കുക. അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റത്തിൽ അത്ര ഒരു സന്തോഷത്തിലാണ് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നില്ല. लॉर्ड माउंटबेटन उनसे बड़ी बड़ी राजनीति की बातें कर रहे थे और गांधी जी बड़े അന്മനേപൻ സെ ഹാ ഹൂ കിയേ ജാ രഹേ थे. അപ്പോൾ ലോർഡ് മൗണ്ട് ബേട്ടൻ അദ്ദേഹത്തോട് ബഡി ബഡി രാജ്നീതിക്ക് ബാത്തേ കർ രഹേ थे എന്ന് വെച്ചാൽ ഒരുപാട് രാഷ്ട്രീയപരമായിട്ടുള്ള രാജ്നീതി എന്ന് വെച്ചാൽ രാഷ്ട്രീയം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഗാന്ധിജി ബഡേ അന്മനേപൻ സെ അന്മനാപൻ എന്ന് വെച്ചാൽ ഒരു ഇഷ്ടമില്ലാത്ത പോലെ ഹാ ഹൂ കിയേ ജാ രഹേ थे അങ്ങനെ അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള മട്ടിന് എന്നാ കേൾക്കുന്നുണ്ട് എന്ന് കാണിക്കുകയും വേണം. അതേപോലെ എന്നുള്ള രീതിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആഖിർ മൗണ്ട് ബേട്ടനെ പൂച്ച് ലിയ ക്യാ ബാത് ഹെ. അപ്പോൾ മൗണ്ട് ബേട്ടൻ പിന്നീട് ചോദിക്കുകയാണ് എന്താണ് പ്രശ്നം. ഗാന്ധിജി ബോലെ ഇസ് കൂളർ കോ പ്ലീസ് ബന്ദ് കർ ദീജിയെ മുझे സർദി ലഗ് രഹി ഹെ. അപ്പൊ ഗാന്ധിജി പറയാണ് ഈ കൂളർ ഒന്ന് പ്ലീസ് ഒന്ന് ഓഫ് ആക്കൂ, എനിക്കാണെങ്കിൽ ഒരുപാട് തണുപ്പ് തോന്നുന്നുണ്ട് എന്നുള്ളത്. സർദി ലഗ്ന എന്ന് വെച്ചാൽ അതാണ്, ഒരുപാട് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇസ് തര അപ്നി ഷാൻ ദിഖാനെ കാ പെഹല മോക്ക വൈസ്രോയ് സെ ചിൻ ഗയ. അപ്പം ഈ വൈസ്രോയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ഒരു അവസരം ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? തൻ്റെ ആ ഒരു പൊസിഷനും തനിക്ക് എന്തൊക്കെ ഓഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതും കാണിക്കാനായിട്ട്. അപ്പൊ അതിപ്പോ കാണിക്കാനായിട്ടുള്ള ആദ്യത്തെ അവസരം തന്നെ വൈസ്രോയ് സെ ചിൻ ഗയ എന്ന് വെച്ചാൽ ഈ വൈസ്രോയിൽ നിന്ന് തട്ടിയെടുക്കപ്പെട്ടു. ഖൈർ ബാത്തേ ഹോത്തി രഹി ലേക്കിൻ ഗാന്ധിജിനെ കോയി ഖാസ് രുചി നഹി ലി. അങ്ങനെ അതിനുശേഷം പിന്നീടും ഒരുപാട് ഇവർ സംസാരിച്ചു. പക്ഷെ ഗാന്ധിജി പിന്നെയും അത്ര ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയില്ല. लॉर्ड माउंटबेटन ने पूछा कि क्या बात है. गांधी जी बोले मैं आ रहा था तो रास्ते में रेलगाड़ी में किसी ने मेरी घड़ी चुरा ली. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് മൗണ്ട് ബേട്ടൻ ചോദിച്ചു. അപ്പൊ ആ സമയത്ത് ഗാന്ധിജി പറഞ്ഞു എന്താണ്, ഞാൻ വരുന്ന സമയത്ത് റെയിൽ ഗാഡിമേ ട്രെയിനിൽ വെച്ചിട്ട് കിസിനെ മേരി ഘടി ചുരാലി, ആരോ എന്റെ വാച്ച് മോഷ്ടിച്ചു എന്ന്. मैं उसे यहाँ इस तरह अपनी धोती में कमर से टांगे रखता था और जब चाहे निकालकर टाइम देख लेता था. അപ്പോൾ मैं उसे यहाँ अपनी धोती में കമർ സെ ടാങ്കി റക്താ ഥ. ഞാൻ ഇവിടെ ആയിട്ട് എന്നിട്ട് ഗാന്ധിജി അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. എൻ്റെ കമർ എന്ന് വെച്ചാൽ വേസ്റ്റ് ഭാഗത്തായിട്ട് അരഭാഗത്തായിട്ട് ധോത്തിയിൽ അത് ടാങ്കി റക്താ ഥ എന്ന് വെച്ചാൽ തൂക്കിയിടുകയാണ് ചെയ്യാറുള്ളത്. ഓർ ജബ് ചാഹെ നിക്കാൽക്കർ ടൈം ദേഖ് ലേത്താ ഥ. എപ്പോഴാണോ തോന്നുന്നത്, അതായത് ടൈം നോക്കാനായിട്ട് തോന്നുന്ന സമയത്ത് അത് എടുത്തിട്ട് ടൈം നോക്കുമായിരുന്നു. മേ റോസ് സോനെ സെ പെഹലെ നിയം സെ ഉസ്മേ ചാബി ബർത്താ ഥ. ഞാൻ ഉറങ്ങുന്നതിന് മുൻപായിട്ട് ആ ഒരു വാച്ചിന് ചാവി കൊടുക്കുമായിരുന്നു. പത്താ നഹി കോൺ ഉടാ ലേ ഗയാ ഓർ
ക്യോं, പക്ഷെ അറിയില്ല ആരാണ് അത് മോഷ്ടിച്ചു കൊണ്ടുപോയത്, പിന്നെ എന്തിനാണ് അത് കൊണ്ടുപോയതെന്ന് എനിക്കറിയില്ല. ഓർ ഗാന്ധിജി അഫ്സോസ് മേ ഡൂബ് ഗയേ. അഫ്സോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമം. അങ്ങനെ ഇത് പറഞ്ഞ് തീർന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ മുഖത്തൊരു വിഷമഭാവമാണ് ഉണ്ടായത്. അഫ്സോസ് എന്ന് വെച്ചാൽ ദുഃഖം, വിഷമം എന്ന് പറയാം. वायसरॉय ने भी अफसोस जाहिर किया, लेकिन उन्हें समझ में नहीं आया कि एक छोटी सी पुरानी घड़ी के लिए यह आदमी वायसरॉय की दावत जैसे जिंदगी के सबसे शानदार मौके का मजाक किरकिरा क्यों कर रहा है. ഈ വൈസ്രോയും എന്ത് ചെയ്തു, തന്റെ അഫ്സോസ്, തനിക്ക് ഇതിൽ ദുഃഖമുണ്ട്, ഗാന്ധിജിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായതിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം നേരിടേണ്ടതായി വന്നതിൽ തനിക്കും വിഷമമുണ്ട് എന്ന് കാണിച്ചു, അത് അറിയിച്ചു. അതാണ് ജാഹിർ കിയ എന്ന് പറഞ്ഞാല്. ലേക്കിൻ ഉന്നെ സമജ് മേ നഹി ആയ, പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായില്ല कि एक छोटी सी पुरानी घड़ी के लिए, ഒരു പഴയ അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു വാച്ചിന് വേണ്ടിയിട്ട് യ ആദ്മി എന്ന് വെച്ചാൽ ഈ മനുഷ്യൻ, അതായത് ഗാന്ധിജിനെയാണ് ഉദ്ദേശിക്കുന്നത്. വായ്സ്രോയ് की दावत जैसे जिंदगी के सबसे शानदार मौके का. വായ്സ്രോയുടെ ദാവത്ത് എന്ന് വെച്ചാൽ ഫീസ്റ്റ്, മൗണ്ട് ബേറ്റൻ ക്ഷണിച്ചിട്ട് വന്നിട്ടുള്ളതല്ലേ ഒരു പരിപാടിക്ക്. അപ്പം അദ്ദേഹം ഓർഗനൈസ് ചെയ്യുന്ന പരിപാടികളൊക്കെ അത്രയും ഗ്രാൻഡ് ആയിരിക്കും. അപ്പൊ ഇത്രയും ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിന്, ഒരു പാർട്ടിക്ക് വന്നിട്ട് ജैसे जिंदगी के सबसे शानदार मौके, അതായത് ജീവിതത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു അവസരം, ഷാൻദാർ മോക്ക എന്ന് വെച്ചാൽ അത്രയും നല്ലൊരു അവസരത്തിന്റെ മസാ കിർക്കിറ ക്യോ കർ റഹാ ഹെ. മസാ കിർക്കിറ കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സന്തോഷം ഇല്ലാണ്ടാക്കുക. അത് എന്തിനാണ് ചെയ്യുന്നത് എന്ന്. ഇപ്പൊ ഈ വാച്ച് പോയി എന്ന് വിചാരിച്ചിട്ട് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് കിട്ടിയത്, അല്ലെങ്കിൽ അവിടെ ഈ ബ്രിട്ടീഷ് വൈസ്രോയ് പോലത്തെ ഒരാള് ഒരു പരിപാടിക്ക് വേണ്ടി ക്ഷണിക്കുമ്പോൾ ഇത്രയും ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്, ആ സന്തോഷം ഇല്ലാണ്ടാക്കുന്നത് എന്തിനാണ് എന്ന് ഈ മൗണ്ട് ബേറ്റൻ വൈസ്രോയ്ക്ക് വരെ തോന്നി. ക്യാ ഇസെ ഏക് നയി ഘടി ദിലാ ദൂ, ഇനിയിപ്പോ ഇദ്ദേഹത്തിന് ഒരു പുതിയ വാച്ച് അങ്ങ് വാങ്ങിക്കൊടുത്താലോ. ലേക്കിൻ യ മാനേഗ ഥോടി, പക്ഷെ സമ്മതിക്കില്ലല്ലോ. യ തോ യഹി കഹേഗ കി മുझे अपनी वही पुरानी घड़ी चाहिए. ഇനി പറഞ്ഞ പുതിയത് വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞാലും ഈ ഗാന്ധിജി എന്താണ് പറയുക, എനിക്ക് എന്റെ പഴയ ആ ഒരു വാച്ച് തന്നെ മതി എന്ന് പറയും. ഖൈർ ജബ് നാശ്തേ കി ബാരി ആയി തോ ഗാന്ധിജി ഭോലേപ്പൻ സെ ബോലെ. അങ്ങനെ ഇതൊക്കെ വിട്ട് കളഞ്ഞിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം അതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഗാന്ധിജി പറയാണ്, ആപ് ലോഗ് ലീജിയെ മേ തോ അപ്നാ നാശ്ത സാത്ത് ലായാ ഹൂം. അപ്പൊ ഗാന്ധിജി പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കഴിച്ചോളൂ, ഞാൻ എന്റെ നാശ്ത, എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത്. സാത്ത് ലായാഹു എന്ന് വെച്ചാൽ കയ്യില് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇവിടുന്ന് ഒന്നും കഴിക്കുന്നില്ല. സോച്ചോ കിത്നെ ലോഗോ മേ ഇतनी हिम्मत होगी कि राजा नाश्ते पर बुलाए और वे कह दे आप लीजिए मैं तो अपना नाश्ता साथ लाया हूं. അപ്പം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ആർക്കാണ് ഇത്രയും ധൈര്യം ഉള്ളത്, ഹിമ്മത്ത് എന്ന് വെച്ചാൽ ധൈര്യം, കി രാജ നാശ്തേ പർ ബുലായെ, അതായത് രാജാവ് ഒരു പാർട്ടിക്ക് വേണ്ടി വിളിക്കുകയാണ്, എന്നിട്ട് അങ്ങനെയുള്ള ഒരു അവസരത്തില് നമ്മൾ പറയാണ് എന്താ, നിങ്ങൾ എല്ലാവരും കഴിച്ചോ, ഞാൻ എന്റെ ഫുഡ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ പറയാൻ വേറെ ആർക്കാണ് ധൈര്യം ഉണ്ടാവുക എന്ന്. തബി ഗാന്ധിജി के साथ गई उनकी सहयोगी ने खादी के एक पुराने से थैले में से एक छोटा सा डिब्बा और एक चम्मच निकालकर गांधी जी के सामने रख दिया. ആ സമയത്താണ് ഗാന്ധിജിയുടെ കൂടെ പോയിട്ടുള്ള ഒരു സഹയോഗി, അദ്ദേഹത്തിന്റെ കൂടെ പോയിട്ടുള്ള ഒരു വ്യക്തി ഒരു പഴയ ഖാദിയുടെ थैല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുണി സഞ്ചി പോലെ, ഒരു ബാഗ് പോലത്തെ, അപ്പൊ അങ്ങനെ ഖാദിയുടെ ഒരു ബാഗാണ്, അതിൽ നിന്നും എന്ത് ചെയ്തു, एक छोटा सा डिब्बा और चम्मच निकालकर गांधी जी के सामने रख दिया. അതിൽ നിന്ന് ഒരു ചെറിയ ഒരു ഡിബ്ബ, അതായത് ഒരു ടിഫിൻ ബോക്സ് പോലത്തെ ഒരു പാത്രല്ലേ, അങ്ങനത്തെ ഒരു ഡിബ്ബ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ചമ്മച്ച് നിക്കാൽക്കർ, അതേപോലെ തന്നെ ഒരു സ്പൂണും എടുത്തിട്ട് ഗാന്ധിജിയുടെ മുന്നിൽ വെച്ചു. ഡിബ്ബെ മേ ബക്കരി കെ ദൂധ് സെ ബന दही था और चम्मच हालांकि टूटा हुआ था, लेकिन उसके टूटे हत्थे पर लकड़ी की खपची धागे से बांध दी गई थी. डिब्बे में बकरी के दूध से बना दही था. അതായത് ഈ ബോക്സിൽ, ഈ ലഞ്ച് ബോക്സിൽ എന്താണ്, ബക്രി, അതായത് ആട്ടിൻ പാല്, ബക്രിക്ക ദൂത് വെച്ചാൽ എന്താണ്, ആട്ടിൻ പാല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ദഹി, തൈര് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചമ്മച്ച് ഹാലാക്കി ടൂട്ട ഹുവാ ഥ, ഒരു സ്പൂൺ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ സ്പൂണ് പൊട്ടിയിട്ടാണ് ഇരുന്നിരുന്നത്. പക്ഷേ ഉസ്കെ ടൂട്ടെ ഹത്തേ പർ ലക്കടി കി ഖപ്പച്ചി ധാഗെ സെ ബാന്ധി ഗയി തി. അപ്പൊ ആ സ്പൂണ് പൊട്ടിയിട്ടുള്ള ഭാഗല്ലേ, ഹത്ത എന്ന് വെച്ചാൽ സ്പൂൺ നമ്മൾ പിടിക്കുന്ന ഭാഗം, കൈകൊണ്ട് പിടിക്കുന്ന ഭാഗല്ലേ നീണ്ടിട്ടുള്ളത്, ആ ഭാഗമാണ് എന്ത് പറയുന്നത്, ഹത്ത എന്ന് പറയുന്നത്. ആ ഹത്തയുടെ ഭാഗത്തായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വടി, ഒരു ധാഗ വെച്ചിട്ട്, ധാഗ പറഞ്ഞ നൂല് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഖപ്പച്ചി എന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു വടിക്കഷ്ണം, അങ്ങനെ ആ സ്പൂണ് ഒരു വടിക്കഷ്ണമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്.
ഒരു നൂല് വെച്ച് കെട്ടിയിട്ട്. വൈസ്രോയ് ലോർഡ് മൗണ്ട് ബേട്ടൻ और उनकी पत्नी गांधी जी को देखते रह गए. വൈസ്രോയും അതുപോലെ തന്നെ വൈസ്രോയിന്റെ വൈഫും ഗാന്ധിജിനെ നോക്കിക്കൊണ്ടേയിരുന്നു. आज सोचते हैं तो लगता है गांधी जी के इस व्यवहार के पीछे भी कई बातें छिपी हुई थी. അപ്പോൾ ഈ റൈറ്റർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആലോചിക്കുമ്പോൾ तो लगता है തോന്നുന്നത് ഗാന്ധിജിക്ക് ഇസ് വ്യവഹാർ കെ പീछे, വ്യവഹാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഹേവിയർ, പെരുമാറ്റം. അപ്പോൾ ഈ ഒരു പെരുമാറ്റത്തിന്റെ പിന്നിൽ കൈ ബാത്തെ ഛിപ്പി ഹുയി ഥി, ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരുന്നു എന്ന് ഇന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. രാജ്നീതി മേ അക്സർ കുച്ച് ബാത്തെ ബഗൈർ കഹേ ബി കഹ ദി ജാതി ഹെ. രാജ്നീതി പൊളിറ്റിക്സിൽ എന്താണ് അക്സർ പലതവണ പലപ്പോഴും ചില കാര്യങ്ങൾ പറയാതെ തന്നെ പറയാണ് ചെയ്യുക. കഹേ ബഗേർ അല്ലെങ്കിൽ ബഗേർ കഹേ എന്ന് വെച്ച് കഴിഞ്ഞാല് പറയാതെ തന്നെ കഹ ദി ജാതി ഹെ, പറയപ്പെടുന്നു എന്നാണ്. അപ്പോൾ ചിലത് നമ്മൾ കാണിച്ചാണ് കൊടുക്കുക, പറയില്ല. അങ്ങനെ അവർക്ക് മനസ്സിലാവണം. ആ ഒരു രീതിയിൽ പൊളിറ്റിക്സിലെ പല കാര്യങ്ങളും വർക്ക്ഔട്ട് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. रूम कूलर बंद करवाने का सीधा मतलब नए वाइसरॉय को यह संदेश देना था कि ठंडे कमरों में बैठकर हिंदुस्तान पर हुकूमत नहीं की जा सकेगी. എന്നിട്ട് പിന്നെ ഈ ലേഖിന്റെ റൈറ്ററിന്റെ ഒരു അനാലിസിസ് ആണ് പറയുന്നത്. അതായത് ഗാന്ധിജി അന്ന് ചെയ്ത കാര്യങ്ങളുടെ പിന്നിലുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ വൈസ്രോയിനെ എന്ത് മനസ്സിലാക്കി കൊടുക്കാനാണ് ഗാന്ധിജി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ റൂം കൂളർ ബന്ദ് കർവാനിക്ക സീതാ മത്ലബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂം കൂളർ ഓഫ് ചെയ്യിപ്പിച്ചതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള അർത്ഥം എന്താന്ന് വെച്ചാല് ഈ നയേ വൈസ്രോയ്ക്കോ യ സന്ദേശ് ദേന, ഈ വൈസ്രോയിനെ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഈ സന്ദേശം കൊടുക്കുക വൈസ്രോയ്ക്ക്. എന്താണ് കി ठंडे कमरों में, തണുത്ത മുറികളിൽ, അതായത് കൂളറൊക്കെ വെച്ചിട്ട് എല്ലാ സൗകര്യത്തിലും ഇരുന്നിട്ട് ബാഡ്കർ ഹിന്ദുസ്ഥാൻ പർ ഹുക്കൂമത്ത് നഹി കി ജാ സക്കേഗി, ഈ രാജ്യത്തെ ഭരിക്കാമെന്ന് വിചാരിക്കണ്ട എന്നുള്ളൊരു സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ്. ഹുക്കൂമത്ത് കർണാന്ന് വെച്ച് കഴിഞ്ഞാല് ഭരിക്കുക. ഓക്കെ, ഹംസെ ബാത് കർണി ഹെ തോ ബാഹർ ധൂപ് മേ ഓർ ഖുലെ मैदान में आओ, ഞങ്ങളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പുറത്ത് വെയിലുള്ള തുറസായ സ്ഥലങ്ങളിൽ വന്നിട്ട് സംസാരിക്കൂ. घड़ी खोने की बात को इतना बड़ा चढ़ाकर कहने का आशय यह जताना था कि जिस ब्रिटिश राज्य का दुनिया के सामने तुम इतना ढोल पीटते हो और गुण गाते हो उसमें मेरी घड़ी तक सुरक्षित नहीं है. അപ്പോൾ ഈ വാച്ച് നഷ്ടപ്പെട്ടു പോയതിനെ ഇത്രയും ബടാ ചടാക്കർ ബോൾനാന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു സംഭവം പോലെ ചിത്രീകരിക്കാനുള്ള അല്ലെങ്കിൽ പറയാനായിട്ടുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജിസ് ബ്രിട്ടീഷ് രാജ്യ കാ ദുനിയാ കെ സാമനെ തും ഇത്തന ഡോൽ പീട്ടെ ഹോ, അതായത് ഈ ബ്രിട്ടീഷ് റൂളിനെ കുറിച്ചിട്ട്, ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ കുറിച്ചിട്ട് ലോകത്തിന്റെ മുന്നിൽ നിങ്ങൾ ഒരുപാട് ഡോൽ പീട്ടണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടിഘോഷിക്കുന്നുണ്ടല്ലോ, ആ ബ്രിട്ടീഷ് റൂളിൽ തന്നെയാണ് എന്റെ ഒരു വാച്ച് പോലും സുരക്ഷിതമല്ലാത്ത ഒരു അവസ്ഥയുള്ളത് എന്ന് കാണിക്കുക എന്നുള്ളതായിരുന്നു എന്ന്. ഓർ ഇസ്കാ അസർ ക്യാ ഹുവ, എന്നിട്ട് ഇതിന്റെ റിസൾട്ട് എന്തായിരുന്നു അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് ഉണ്ടായത്? അഗ്ലേ ദിൻ കെ സമാചാർ പത്രോമേ, അപ്പൊ അസർ എന്ന് വെച്ചാൽ അതിന്റെ റിസൾട്ട് കേട്ടോ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഔട്ട്കം എന്ന് പറയാം. अगले दिन के समाचार पत्रों में इस बारे में कोई समाचार नहीं था कि गांधी जी और वाइसरॉय में क्या बात हुई. അപ്പോൾ ഇതിന്റെ റിസൾട്ട് ആയിട്ട് എന്താണ് ഉണ്ടായത്? പിറ്റേ ദിവസത്തെ സമാചാർ പത്രവും എന്ന് വെച്ചാൽ ന്യൂസ് പേപ്പേഴ്സിൽ ഇതിനെ കുറിച്ച് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഗാന്ധിജിയും അതുപോലെ തന്നെ മൗണ്ട് ബേട്ടനും തമ്മിൽ എന്താണ് സംസാരിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ന്യൂസേ ഉണ്ടായിരുന്നില്ല. ലേക്കിൻ യह खबर बड़े बड़े अक्षरों में थी कि गांधी जी की प्रिय घड़ी चोरी चली गई. പക്ഷേ ഗാന്ധിജിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വാച്ച് നഷ്ടപ്പെട്ടു, മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് വലിയ വലിയ അക്ഷരത്തിൽ അച്ചടിച്ചു വന്നിട്ടുണ്ട് പേപ്പേഴ്സിൽ. ഹാലാക്കി കുച്ച് റോസ് ബാദ് ചോർ ने സബർമതി ആശ്രം ജാക്കർ ഗാന്ധിജി കോ ഉൻകി ഘടി ലോട്ടാ ഭി ദി. അപ്പോൾ ഇതൊക്കെ ഉണ്ടായതിനു ശേഷം ഗാന്ധിജിയുടെ ആ വാച്ച് ആ മോഷ്ടിച്ച ആള് സബർമതി ആശ്രമിൽ തന്നെ ചെന്നിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വേറൊരു സംഭവമാണ്. और अपना नाश्ता यानी माल टाल नहीं बकरी का दूध क्योंकि भारत की गरीब जनता को यही उपलब्ध है. പിന്നെ ഞാൻ എന്റെ സ്വന്തം നാഷ്ത കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഒരു സെന്റൻസിൽ നിന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ഭാരതത്തിലെ ഗരീബ് ജനത, അതായത് ദരിദ്രരായ ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് കിട്ടുന്നുള്ളൂ, അല്ലാണ്ട് ബ്രിട്ടീഷുകാർ കഴിക്കുന്ന പോലത്തെ ഭക്ഷണമൊന്നും കിട്ടില്ല എന്ന് കാണിക്കാനായിരിക്കും എന്നാണ് റൈറ്റർ പറയുന്നത്. वैसे इसका एक और अर्थ यह भी हो सकता है कि हिंदुस्तान के लोग अपनी मेहनत की खाते हैं जबकि ब्रिटेन जैसे साम्राज्यवादी दूसरों की लूट पर
ऐश करते हैं. ഇതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാൻ കെ ലോഗ്, ഭാരതത്തിലെ ജനങ്ങള് അപ്നി മെഹനത് കി ഖാത്തെ ഹെ, തങ്ങളുടെ മെഹനത്ത് എന്ന് വെച്ചാൽ തങ്ങളുടെ ഹാർഡ് വർക്കിന്റെ ഫലമായിട്ട് കിട്ടുന്ന ഭക്ഷണമാണ് കഴിക്കുന്നത്. തങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് അവര് ഭക്ഷണം കഴിക്കുന്നത്. ജബ്കി ബ്രിട്ടൻ ജैसे സാമ്രാജ്യവാദി दूसरों की लूट पर ऐश करते हैं. പക്ഷെ ബ്രിട്ടൻ പോലെയുള്ള സാമ്രാജ്യവാദി രാജ്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ വ്യക്തികൾ എന്താണ് ദൂസറോ കി ലൂട്ട് പർ ആഷ് കർത്തെ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളെ ചൂഷണം ചെയ്തിട്ട്, ലൂട്ട് കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂട്ട്ന എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക അല്ലെങ്കിൽ കൊള്ളയടിക്കുക എന്ന് പറയാം. കൊള്ളയടിച്ചിട്ടാണ് അവര് ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിതം നയിക്കുന്നത്, അവരുടേതായ ജീവിതങ്ങൾ നയിക്കുന്നത്. ഓക്കെ, സാമ്രാജ്യവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപീരിയലിസ്റ്റിക്, ഇംഗ്ലീഷ് വേർഡ് എന്ന് പറഞ്ഞാൽ ഇംപീരിയലിസ്റ്റിക് ആണ്. അതായത് മറ്റ് രാജ്യങ്ങൾ പിടിച്ചെടുത്തിട്ട് അവിടുത്തെ സമ്പത്തും എല്ലാം ചൂഷണം ചെയ്ത് ജീവിക്കുക, അത്തരം ഒരു രീതി. ഓക്കെ, അപ്പൊ ആഷ് കർണ എന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയും സുഖ സൗകര്യങ്ങളോട് കൂടി ജീവിക്കുക, ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ്. അപ്പം ഭാരതത്തിലെ സാധാരണ ജനങ്ങൾ അത്രയും പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്, അല്ലാതെ നിങ്ങളെപ്പോലെ മറ്റുള്ളവരെ ചൂഷണം ചെയ്തിട്ടും ആ രാജ്യങ്ങളെ കൊള്ളയടിച്ചിട്ടും അല്ല എന്നുമായിരിക്കാം ഞാൻ എന്റെ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ് റൈറ്റർ പറഞ്ഞു വെക്കുന്നത്. गांधी जी का यह मजेदार किस्सा मैंने लेपियर और कोलिन की पुस्तक फ्रीडम അറ്റ് മിഡ് നൈറ്റ് മേ പടാ ഹെ. അപ്പോൾ ഈ ഒരു മസേദാർ കിസ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു കിസ്സ കഥ ഞാൻ ആരുടെ ബുക്കിൽ നിന്നാണ് വായിച്ചത് എന്നാ പറയുന്നത്, ലേപ്പിയർ ആൻഡ് കോലിൻ. ഈ രണ്ടുപേര് ഓഥേഴ്സ് ആയിട്ടുള്ള ബുക്ക്. ആ ബുക്കിന്റെ പേര് എന്താണ്, ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്നുള്ള ബുക്കിലാണ് ഈ ഒരു സ്റ്റോറിനെ കുറിച്ച് അദ്ദേഹം വായിച്ചത് എന്നാണ് പറയുന്നത് റൈറ്റർ. അച്ചി കിതാബ് ഹെ, കഹി മിലെ തോ ജറൂർ പഠന. അപ്പൊ നല്ല ബുക്കാണ്, എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങളും വായിക്കണം, എന്തായാലും വായിക്കണം എന്നാണ് ഈ ലേഖിന്റെ റൈറ്റർ നമ്മളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.